വാർത്തകൾ തുടരുന്നു. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മത്സ്യക്കൂട് കൃഷിക്ക് കയ്പമംഗലത്ത് തുടക്കമായി. കയ്പമംഗലം പഞ്ചായത്ത് 9-ാം വാർഡിൽ കാക്കാത്തിരുത്തി പാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ബന്ധപ്പെട്ട എൻ്റെ ഒരു ഭാഗം കൂടിയാണ്. CMFRI ഇതിൽ വലിയൊരു ഗവേഷണമൊക്കെ നടത്തി ഇതിന് വലിയൊരു മാറ്റമുണ്ടാക്കുക, അതുവഴി ഗ്രാമത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മത്സ്യക്കൂട് കൃഷി തുടങ്ങിയത്. ഇപ്പോൾ ഒരു 2 മാസം മുൻപ് നമ്മുടെ മാളയിൽ പൊയ്യയിൽ കൂട്ടിൽ മത്സ്യങ്ങൾ വളർത്തുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് എനിക്ക് പോകാൻ സാധിച്ചു. അന്ന് ശ്രീ ബാബു മിനിസ്റ്ററാണ് അത് ഉദ്ഘാടനം ചെയ്ത്. അവിടെ നല്ല രീതിയിൽ ആ പദ്ധതി നടപ്പിലാകുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പദ്ധതി എനിക്ക് സംശയങ്ങൾ 3-4 കുടുംബങ്ങളാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ നാട്ടില് എന്തൊക്കെയായാലും എല്ലാ ആളുകളും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ചെറിയ ആളുകളൊക്കെ മറ്റേ ദുരുദ്ദേശമൊക്കെ ഉണ്ടാവും. രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഇപ്പോൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ, അത് വലുതായി വരുമ്പോൾ മറ്റുള്ളവർ പിടിച്ചുകൊണ്ടാത്ത രീതിയിലേക്ക് ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ 4 വ്യക്തികൾക്ക് ഒരുമിച്ച് അവരുടെ കുടുംബം രക്ഷപ്പെടുന്നതിന് വേണ്ടിയും അതിൻ്റെ ഈ വാർഡിന് വേണ്ടി ഇത്രയും നല്ലൊരു പ്രവർത്തനം ആയി ബന്ധപ്പെട്ടുകൊണ്ട് പോകാനും ഈ വാർഡിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ബ്ലോക്ക് മെമ്പറും ഈ പ്രവർത്തനമായിട്ട് ഈ മേഖലയിൽ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു മെമ്പറും കൂടിയാണ്. CMFRI ഡയറക്ടർ ഡോക്ടർ സൈദാറാവു പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അഫ്സ ഗഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യഞ്ജീബ് ചന്ദ്രൻ, വാർഡംഗങ്ങളായ ശ്യാംകൃഷ്ണൻ, PM അബ്ദുറഹ്മാൻ, CMFRI സയന്റിസ്റ്റുകളായ ഡോക്ടർ ഇമൽഡ ജോസഫ്, ഡോക്ടർ K മധു, ഡോക്ടർ രമ മധു, ഡോക്ടർ ബോബി ഇഗ്നേഷ്യസ് എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. കാളമുറിയിൽ നടന്ന ചടങ്ങിൽ റാഫി പ്രജര പതാക ഉയർത്തി. CPM ലോക്കൽ സെക്രട്ടറി PC മനോജ് അധ്യക്ഷനായിരുന്നു. NR ഉദയകുമാർ, VV മോഹനൻ എന്നിവർ സംസാരിച്ചു. ഭാഗമായി ഡിസംബർ 1 പതാക ദിനം ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്താൽ എല്ലാവർക്കും സ്വാഗതം. അതേപോലെ എല്ലാ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും ഡിസംബർ 13 ദിവസത്തിൽ നടക്കുന്ന പ്രകടനത്തിനും മറ്റ് സമ്മേളനത്തിനും പങ്കെടുക്കുന്ന നടത്തിയെത്തി. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടികളിൽ മുളങ്കുന്നത്തുകാവ് കൃഷ്ണപ്രിയയും സംഘവും അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപ്പിനിയിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനുണ്ടായ തർക്കത്തെ തുടർന്ന് 4 പേർക്ക് പരിക്ക്. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മത്സ്യക്കൂട് കൃഷിക്ക് കയ്പമംഗലത്ത് തുടക്കമായി.